നമസ്കാരം. ആധുനിക യുദ്ധമുറകൾ കേവലം ആയുധങ്ങളുടെയോ പടക്കോപ്പുകളുടെയോ വലിപ്പത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അത് സാങ്കേതിക വിദ്യയുടെയും ആശയവിനിമയ ശൃംഖലകളുടെയും തന്ത്രപരമായ ഏകോപനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക ദൗത്യത്തിൽ ചൈനീസ് നിർമ്മിതമായ അത്യാധുനിക ആകാശത്തു നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന PL-15 മിസൈലുകളെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ തന്ത്രപൂർവ്വം വഴിതിരിച്ചുവിട്ടുവെന്ന വാർത്ത ആഗോള പ്രതിരോധ വിദഗ്ധരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. വ്യോമസേനയിൽ S-400 എയർ ഡിഫൻസ് ബാറ്ററിയുടെ ലോഞ്ച് ഇൻചാർജായി സേവനമനുഷ്ഠിക്കുകയും ഓപ്പറേഷൻ സിന്ദൂറിലെ ധീരതയ്ക്ക് ശൗര്യ അവാർഡ് നേടുകയും ചെയ്ത ഗാലൻട്രി അവാർഡ് വിജയി സർജൻ ഫാലെ സിംഗ് വെളിപ്പെടുത്തിയ വിവരങ്ങളാണ് ഈ തന്ത്രപ്രധാന വിജയത്തിൻ്റെ സൂക്ഷ്മ വശങ്ങളിലേക്ക് ഇപ്പോൾ വെളിച്ചം വീശിയിരിക്കുന്നത്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് വീണ്ടെടുത്ത ചൈനീസ് നിർമ്മിത PL-15 മിസൈലുകൾ യഥാർത്ഥ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുന്നതിന് പകരം ഇന്ത്യൻ വ്യോമസേന സൃഷ്ടിച്ച വ്യാജ സിഗ്നലുകളെ അഥവാ ഗോസ്റ്റ് ടാർഗറ്റുകളെ പിന്തുടർന്ന് നശിച്ചു പോവുകയായിരുന്നുവെന്ന് സർജൻ സിംഗ് വ്യക്തമാക്കുന്നു. റഡാറുകളിലും ടാർഗറ്റിംഗ് സിസ്റ്റങ്ങളിലും യഥാർത്ഥ വിമാനമാണെന്ന തോന്നലുണ്ടാക്കുന്ന വ്യാജ പ്രതിബിംബങ്ങളെയാണ് ഇലക്ട്രോണിക് വാർഫെയറിലൂടെ സൃഷ്ടിച്ചെടുത്തത്. മിസൈലിലെ ആക്റ്റീവ് റഡാർ സീക്കറുകൾ ഈ വ്യാജ സിഗ്നലുകളെ യഥാർത്ഥ വിമാനങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് പിന്തുടരുകയും ഇന്ധനവും ഊർജവും പൂർണ്ണമായും തീർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ആളൊഴിഞ്ഞ ഇന്ത്യൻ പ്രദേശങ്ങളിൽ പതിക്കുകയുമായിരുന്നു. ചൈനയുടെ ഏറ്റവും വികസിതമായ അങ്ങേയറ്റം അപകടകാരിയായ ദീർഘദൂര ആകാശ നിരീക്ഷണ ആക്രമണ മിസൈലുകളിൽ ഒന്നാണ് PL-15. ശത്രു വിമാനങ്ങളെയും മുൻനിര നിരീക്ഷണ വിമാനങ്ങളെയും കിലോമീറ്ററുകൾ അകലെ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾക്ക് ആക്റ്റീവ് റഡാർ സീക്കർ, 2-വേ ഡാറ്റ ലിങ്ക്, വിദൂര ദൂരങ്ങളിലേക്ക് കുതിക്കാനുള്ള റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്നിവയൊക്കെയുണ്ട്. ആക്രമണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സ്വന്തം റഡാർ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനം കണ്ടെത്തുന്നതാണ് ഇതിൻ്റെ രീതി. എന്നാൽ ഇന്ത്യ പ്രയോഗിച്ച ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് ഈ മിസൈലിൻ്റെ നാവിഗേഷൻ സംവിധാനത്തെയും ഡാറ്റ ലിങ്കിനെയും പാടെ തകരാറിലാക്കി. ഒരു ഫ്രണ്ട് ലൈൻ S-400 ഓപ്പറേറ്ററുടെ നേരിട്ടുള്ള ഈ വെളിപ്പെടുത്തൽ ഇലക്ട്രോണിക് പോരാട്ട രംഗത്ത് ഇന്ത്യ കൈവരിച്ച വൻ മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത്. യുദ്ധത്തിൽ ദൃശ്യമാകുന്ന പോരാട്ടങ്ങളെക്കാൾ പ്രധാനം ആശയവിനിമയ ശൃംഖല തകർത്തുകൊണ്ട് ശത്രുവിനെ നിഷ്ക്രിയമാക്കുന്ന ഇത്തരം ഇലക്ട്രോണിക് വാർഫെയറുകളാണ്. ഇതുവരെ ഇന്ത്യൻ ഭരണകൂടമോ വ്യോമസേനയോ ഇതിൻ്റെ സാങ്കേതിക വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ലോക സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന സർവകാല റെക്കോർഡ് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഏകദേശം 300 കിലോമീറ്റർ അകലെ വെച്ച് പാകിസ്ഥാൻ്റെ എയർബോൺ എയർലി വാർണിംഗ് വിമാനത്തെ അതായത് അവാക്സ് വിമാനത്തെ തകർത്തുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ വ്യോമ പ്രതിരോധ ശേഷിയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു. ഭാവി യുദ്ധങ്ങളിൽ കേവലം പരമ്പരാഗത ആയുധശക്തിയേക്കാൾ ഇലക്ട്രോണിക് തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുമാണ് വിജയത്തെ നിർണ്ണയിക്കുക എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യയുടെ ഈ നേട്ടം. 21-ാം നൂറ്റാണ്ടിലെ യുദ്ധതന്ത്രങ്ങളും അതിർത്തി സുരക്ഷാ സങ്കല്പങ്ങളും മുൻപെങ്ങുമില്ലാത്ത വിധം വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം അതിർത്തികളിൽ കരസേനയെ വിന്യസിക്കുന്നതിനോ അതിർത്തി വേലികൾ നിർമ്മിക്കുന്നതിനോ അപ്പുറം ഭൗമാന്തരീക്ഷത്തിലും വൈദ്യുതകാന്തിക തരംഗ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിലേക്ക് രാജ്യങ്ങളുടെ പ്രതിരോധ മുൻഗണനകൾ മാറിപ്പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഇരട്ട ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പുനർനിർവചിക്കപ്പെടുകയാണ്. അടുത്തിടെ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ദൗത്യങ്ങളിൽ കണ്ടതുപോലെ ചൈനീസ് നിർമ്മിത PL-15 മിസൈലുകളെ വ്യാജ ലക്ഷ്യങ്ങൾ നൽകി വഴിതിരിച്ചുവിട്ടതും S-400 സംവിധാനം ഉപയോഗിച്ച് കിലോമീറ്ററുകൾ അകലെയുള്ള ശത്രു വിമാനങ്ങളെ തകർത്തതുമായ നീക്കങ്ങൾ ഭാരതത്തിൻ്റെ അതിർത്തി സുരക്ഷയിൽ അതീവ പ്രാധാന്യമർഹിക്കുന്ന ഘടകങ്ങളായി മാറുന്നു. ഇന്ത്യയുടെ കര-വ്യോമ അതിർത്തികളിൽ, പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയിലും യഥാർത്ഥ നിയന്ത്രണ രേഖയിലും സാങ്കേതികമായി ഉയർന്ന ശേഷിയുള്ള ശത്രു വിമാനങ്ങളെ നേരിടാൻ പരമ്പരാഗത യുദ്ധമുറകൾ മാത്രം പോരാ എന്ന തിരിച്ചറിവാണ് ഇതിൽ പ്രധാനം. ലഡാക്ക് മുതൽ
അരുണാചൽ പ്രദേശ് വരെയുള്ള അതിർത്തികളിൽ ചൈന പടുത്തുയർത്തുന്ന അത്യാധുനിക റഡാറുകൾ, ദീർഘദൂര മിസൈലുകൾ, സാറ്റലൈറ്റ് നിരീക്ഷണ ശൃംഖലകൾ എന്നിവയെ നിഷ്ക്രിയമാക്കാൻ സാങ്കേതികമായി മേൽക്കൈ നേടേണ്ടത് ഭാരതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ ആവശ്യമാണ്. ശത്രുവിൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും അവരുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് തന്നെ വിഫലമാക്കാനോ സ്വന്തം ആകാശപരിധിയിൽ പ്രവേശിക്കുമ്പോൾ ആശയക്കുഴപ്പത്തിലാക്കി തകർത്തു കളയാനോ സാധിക്കുന്നത് അതിർത്തിയിലെ സൈനികരുടെ ജീവൻ രക്ഷിക്കുന്നതിലും നിർണായക കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. കൂടാതെ ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യകളിലെ ഈ മുന്നേറ്റം ഇന്ത്യയുടെ ഡിറ്ററൻസ് അഥവാ ശത്രുവിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശേഷിയെ വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു. ചൈന തങ്ങളുടെ ഏറ്റവും വലിയ സൈനിക ആയുധമായി ഉയർത്തിക്കാട്ടുന്ന PL-15 പോലെയുള്ള മിസൈലുകളെ ഇന്ത്യയുടെ സിഗ്നൽ ജാമറുകളും ഗോസ്റ്റ് ടാർഗറ്റുകളും ഉപയോഗിച്ച് നിർവീര്യമാക്കാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെടുമ്പോൾ അത് എതിരാളികളുടെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളെ പാടെ തെറ്റിക്കുന്നു. അതിർത്തികളിൽ അനാവശ്യ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് ശത്രുരാജ്യങ്ങളെ തടയാൻ ഇത്തരം സാങ്കേതിക മുൻതൂക്കങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം S-400 പോലുള്ള അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളും പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ആകാശ്, സമർ തുടങ്ങിയ മിസൈൽ ശൃംഖലകളും ഇലക്ട്രോണിക് വാർഫെയർ ഗ്രൂപ്പുകളുമായി സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യയുടെ വ്യോമാതിർത്തിയെ ഒരു അദൃശ്യ കവചമാക്കി മാറ്റുന്നു. അതിർത്തി കടന്നുള്ള ശത്രുവിൻ്റെ വ്യോമനിരീക്ഷണങ്ങളെ അട്ടിമറിക്കാനും റഡാർ തടസ്സങ്ങൾ സൃഷ്ടിച്ച് അവരുടെ ആക്രമണ പ്ലാനുകളെ തകർക്കാനും ഇതിലൂടെ സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്നും ആയിരക്കണക്കിന് അടി ഉയർന്ന പ്രദേശങ്ങളായ ലഡാക്കിലും വടക്ക് കിഴക്കൻ അതിർത്തികളിലും ഇത്തരം ബഹുമുഖ സുരക്ഷാ സംവിധാനങ്ങൾ വിന്യസിക്കുന്നത് ഇന്ത്യൻ സേനയ്ക്ക് തന്ത്രപ്രധാനമായ മേൽക്കൈ നൽകുന്നു. ചുരുക്കത്തിൽ, അതിർത്തി സുരക്ഷ എന്നത് കേവലം അതിർത്തി രേഖ കാത്തുസൂക്ഷിക്കൽ മാത്രമല്ല, മറിച്ച് ശത്രുവിൻ്റെ പതനത്തിന് വഴിയൊരുക്കുന്ന ഡിജിറ്റൽ വൈദ്യുതകാന്തിക മേധാവിത്വം ഉറപ്പാക്കൽ കൂടിയാണെന്ന ഈ പുതിയ നീക്കങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും കാലങ്ങളിൽ അതിർത്തികളിലെ സുരക്ഷാ വെല്ലുവിളികൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ പ്രതിരോധ മേഖലയിൽ കൈവരിക്കുന്ന ഇത്തരം സാങ്കേതിക മികവുകളും ഇലക്ട്രോണിക് പോരാട്ട ശേഷിയുമായിരിക്കും ഭാരതത്തിൻ്റെ പരമാധികാരവും ഭൂപ്രദേശങ്ങളും തടസ്സമില്ലാതെ സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.